ഒന്നും മിണ്ടാതെ അങ്ങനെയൊക്കെ നടന്ന് പുരയ്ക്കകത്ത് കയറിയപ്പോൾ ഞാൻ പുതുതായൊരു കണ്ടുപിടുത്തം നടത്തി. നെയ്യും പഞ്ചസാരയും അടുത്തടുത്തിരിക്കുന്നു. രണ്ടും ഒരുമിച്ച് ചേർന്നാൽ ചില സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ അധികം താമസിച്ചില്ല. ഞാനൊരു കുഴിയും പിന്നാണം എടുത്തു. ആരും കാണാതെ പാപ്പ കിടക്കുന്ന മുറിയിലെത്തി. നെയ്ഫറിനെ പതുക്കെ എടുത്തു പാപ്പയുടെ കട്ടിലിൽ വെച്ചു. അടപ്പ് പതുക്കെ ഊരി. എൻ്റെ പരിശുദ്ധമായ കൈകൊണ്ട് നെയ്വാരി പിഞ്ഞാണത്തിൻ്റെ പകുതി വരെ നിറച്ചു. എന്നിട്ട് നെയ്ഫറിനെ എടുത്ത് മൂലപ്പലകയിൽ വെച്ചു. പഞ്ചസാരയും അതുപോലെ കുഴിയും പിന്നാണത്തിൽ ധാരാളം ഇട്ടു. ഭരണികൾ രണ്ടും മൂലപ്പലകയിലായി. ആര് നോക്കിയാലും ഒരു മാറ്റവും വന്നതായി തോന്നുകയില്ല. ബാപ്പ എടുക്കുന്നത് പോലെ തന്നെയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ബാപ്പ സ്പൂൺ കൊണ്ട് എടുത്തിട്ടു പതുക്കെ ഭരണികൾക്കകം ഒന്ന് നിരത്തിക്കളയും. അതുപോലെ ഞാൻ കൈകൊണ്ടാക്കിയിട്ട് ബാപ്പയുടെ കട്ടിൽ ഇരുന്ന് നെയ്യും പഞ്ചസാരയും കൂടി കുഴച്ചു കുറേശ്ശെ വായിലിട്ടു കരിമുര ചവച്ച് തിന്നു. തരി പഞ്ചസാരയാണ്, നന്നായി അലിഞ്ഞിട്ടില്ല. എങ്കിലും സ്റ്റൈലനായി തിന്നുകൊണ്ടിരുന്നു. അപ്പോൾ പതുക്കെ, വളരെ പതുക്കെ അടക്കിയുള്ള ഒരു ചോദ്യം. ഞാൻ ഞെട്ടിപ്പോയി. ചോദ്യകർത്താവ് അബ്ദുൽ ഖാദറാണ്. അവൻ അടുത്തു തന്നെ നിൽപ്പുണ്ട്. എങ്ങനെ എപ്പോൾ ആ മുറിയിൽ വന്നു? ഒരു നിശ്ചയവുമില്ല. അവൻ പതുക്കെ ചോദിച്ചു, ഇക്ക എന്താ തിന്നണത്? ഞാൻ പതുക്കെ പറഞ്ഞു, ഒരു മരുന്ന്. ഞാൻ ഇക്കാടെ പുറകെ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ കണ്ട്. എനിക്കെന്താ? അല്ല, ഞാൻ പറവേ. വളരെ രഹസ്യമെന്ന വണ്ണം പതുക്കെ ഞാൻ ചോദിച്ചു, എടാ, നീ എൻ്റെ അനുഷ്യനല്ലേ? എന്നാ എനിക്കെന്താ? ഞാൻ അവന് കൊടുത്തു. പാത്രം നക്കി ശുദ്ധമാക്കിയത് അവനാണ്. ഇനി ഞാൻ എടുക്കില്ല. ഞാൻ പറഞ്ഞു, നീയും എടുക്കരുത്. ഇങ്ങനെ സമ്മതിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി. പാത്രം ഇരുന്നിടത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ലോകത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഞങ്ങൾ നടന്നു. ആ സംഭവം അതോടെ മറന്നു. പിന്നീട് നെയ്യും പഞ്ചസാരയും ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളത് പരമസത്യമാണ്. നെയ്യുടെ ഗുണമൊന്നും അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ ഒന്നുമില്ലാഞ്ഞപ്പോൾ നെയ്യും പഞ്ചസാരയും തിന്നന്നേയുള്ളൂ. തിന്നാൻ പല സാധനങ്ങളും വീട്ടിലുണ്ട്. ചക്ക പഴുത്തതുണ്ട്, മാമ്പഴമുണ്ട്, ഇറച്ചി പൊരിച്ചത്, ഒരു ഭരണി ഷിക്കാർ അലമാരയിലുണ്ട്. ഞാൻ ഇതിലൊക്കെ ശ്രദ്ധ പതിപ്പിച്ചങ്ങനെ നടക്കുകയാണ്. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഞാൻ ദാ ചുമ്മാ അടികൊണ്ടു തുടങ്ങിയിരിക്കുന്നു. അബ്ദുൽ ഖാദറിന് ദീനം കലശലും. അടികൊള്ളാൻ കാരണം നെയ്യാരോ അളിച്ചുവാരി കട്ടു തിന്നിട്ടുണ്ട്. ഭരണിയുടെ പുറത്തും കട്ടിലിലും രേഖകളുണ്ട്. ഞാൻ തല്ലുകൾ കൊണ്ടു. അബ്ദുൽ ഖാദറിന് ദീനമാണൊരു രസം. അവൻ അങ്ങനെ തകില് പോലെ വേർത്ത് വരികയാണ്. എപ്പോഴും വെള്ളം കുടി. ഒന്നും തിന്നാൻ വയ്യ. പുള്ളയ്ക്കെന്തോ ദീനമാണ്. ഉമ്മയും നങ്ങീലയും പറഞ്ഞു. ബാപ്പ കണിയാനെ വിളിക്കാൻ പോയി. കണിയാനാണ് അപ്പോഴത്തെ വലിയ വൈദ്യം. ആയുർവേദമാണ് സംഭവം, നോക്കണമല്ലോ. അപ്പോൾ ഉമ്മ അബ്ദുൽ ഖാദറിനെ താങ്ങി മടിയിലെടുത്ത് വെച്ച് സങ്കടത്തോടെ തടവുകയാണ്. റബ്ബേ, എൻ്റെ പൊന്നിന് എന്തു പറ്റി? നങ്ങേലി പറഞ്ഞു. ഷോ, എൻ്റെ പൊന്നുകുടത്തിന് ഒന്നും വരല്ലേ? അബ്ദുൽ ഖാദർ യാതൊരു ശോഭവും കൂടി ദീനമായി തടിയനായി പ്രമാണിയായി അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി. ഇടാ കള്ള, നീ ആ നെയ്യെല്ലാം കട്ടു തിന്നു തടിയനായി അങ്ങനെ ഇരിക്കുകയാണല്ലോ എന്നൊരു ഭാവവും വരുത്തി. അവന് യാതൊരു കൂസലുമില്ല. കണിയാൻ വന്നു. അത് കഴിഞ്ഞ് വേറൊരു വൈദ്യനായ വേലൻ വന്നു. അത് കഴിഞ്ഞ് മുസ്ലിയാർ വന്നു. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. നെയ്യ് കുറഞ്ഞു വന്നു. മുറ പോലെ തല്ലും ഞാൻ വാങ്ങി വന്നു. അബ്ദുൽ ഖാദർ തകലനായി തന്നെ വന്നു. അവൻ മരുന്നൊന്നും കുടിക്കുകയില്ല. ആരും കാണാതെ അവൻ കളയും. വല്ലപ്പോഴും കുറേശ്ശെ ചോറുണ്ണും. അവൻ ദീനക്കാരനായതുകൊണ്ട് എല്ലാവരും അവനെ ലാളിക്കുന്നുമുണ്ട്. അവന് യാതൊരു ക്ഷീണവുമില്ല. അങ്ങനെ അവൻ നടക്കും. കൊള്ളാമല്ലോടാ. ദിവസവും അവൻ നെയ്യും പഞ്ചസാരയും തിന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആരോട് പറയും? പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഒരു ദിവസം ഞാൻ അവന് കുറേ ഇറച്ചി പൊരിച്ചത് കൊടുത്തു. ഞാനത് ആരും കാണാതെ അലമാരയിൽ നിന്ന് കട്ടെടുത്തതാണ്. അവൻ ഇറച്ചി വാങ്ങി തിന്നു. ഞാൻ പറഞ്ഞു, എടാ, നീ എൻ്റെ അനുഷ്യനാണ്, നേര് പറ. നീ ഈ തകിലനായി തടിമടനായി വന്നത് എന്താണെന്നോ? നെയ്യും പഞ്ചസാരയും തിന്നിട്ട. ചുമ്മാ പോയിക്ക. എനിക്ക് ദീനമാണെന്ന് അറിഞ്ഞില്ലേ? ഇവന്റെ കളവ് പൊതുജന സമക്ഷം എങ്ങനെ കൊണ്ടുവരും? പറഞ്ഞാൽ ആര് വിശ്വസിക്കും? എങ്കിലും ഞാൻ ഉമ്മായോട് പറഞ്ഞു, നങ്ങേലിയോടും പറഞ്ഞു. നെയ്യും പഞ്ചസാരയും തിന്നു തീർക്കുന്ന പെരുങ്കള്ള അബ്ദുൽ ഖാദറാണ്. പറഞ്ഞതുപോലെ തന്നെ ആരും വിശ്വസിച്ചില്ല. എൻ്റെ ഹൃദയത്തിലെ ശുദ്ധി കൊണ്ട് തന്നെ ഒരു സംഭവമുണ്ടായി. ഒരു വെള്ളിയാഴ്ചയാണ്. ബാപ്പ ജുമാ നിസ്കരിക്കാൻ പള്ളിയിൽ പോയിരിക്കുന്നു. ഉമ്മ കുറെ പെണ്ണുങ്ങളുമായി അടുത്ത വീട്ടിലിരുന്ന് പേരുനോട്ടത്തിനിടയിൽ നാട്ടുവർത്തമാനങ്ങൾ പറയുകയാണ്. കൂട്ടത്തിൽ അബ്ദുൽ ഖാദറിന്റെ വിശുദ്ധ ദീനത്തെ പറ്റിയും. അതെല്ലാം കേട്ടു ഞാൻ വീട്ടിൽ വന്നു.
നങ്ങേലി ഉറങ്ങുകയാണ്. അടുക്കളയിൽ കടന്നു ഞാൻ ചില പരിശോധനകൾ നടത്തി. ചിലത് കൈയിട്ട് വാരി തിന്നു. എന്നിട്ട് പുരയ്ക്കകത്തുകൂടി വരാന്തയിലേക്ക് പതുക്കെ വരികയാണ്. ബാപ്പ കിടക്കുന്ന മുറിയിൽ എന്തോ ഒരു അനക്കം, ഒരു കരിമുര ശബ്ദം. ഞാൻ പതുക്കെ നോക്കി. ബാപ്പയുടെ കട്ടിലിന്റെ അടിയിലൂടെ രണ്ടു കാലുകൾ കണ്ടു. ഒന്ന് ശോഷിച്ച കാലാണ്. അബ്ദുൽ ഹാദർ നെയ്യും പഞ്ചസാരയും തിന്നുന്നു. ഞാൻ പതുക്കെ, വളരെ പതുക്കെ വെളിയിൽ ഇറങ്ങി ഓടി. ഉമ്മയുടെ അടുത്ത് ചെന്ന്, അബ്ദുൽ ഹാദറിന്റെ ദീനം കാണണോ, ഓടി വാ. എല്ലാവരെയും ഞാൻ കൊണ്ടുവന്ന് പതുക്കെ വാതിൽക്കൽ നിർത്തി. ഞാൻ അകത്തു കടന്നു. രണ്ടു വാതിലുകൾ ക്ഷണത്തിൽ തുറന്നു മലർത്തി. അബ്ദുൽ ഹാദർ കുഴിയൻ പിഞ്ഞാണത്തിൽ നെയ്യും പഞ്ചസാരയും തിന്നുകൊണ്ട് കട്ടിലിന്റെ അടിയിൽ പതുങ്ങിയിരിക്കുകയാണ്. അവനെ കൊണ്ടുവന്നു. ഉമ്മ അച്ചാലും മുച്ചാലും അവനെ അടിച്ചു. ബഹളം കേട്ട് നങ്ങീലി ഉണർന്നു. സംഗതി അറിഞ്ഞു. നങ്ങീലി അവനെ വീക്കി. ആ മനോഹര കാഴ്ച കണ്ടു ഞാൻ നിന്നു. ബാപ്പ വന്നപ്പോൾ ബാപ്പയും അവനെ അടിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവനെ ഒറ്റയ്ക്ക് എന്നോട് ചോദിച്ചു, ഞാൻ ഇക്കായുടെ കൊച്ചനുഷ്യനല്ലേ, എന്തിനാ എന്നെ കാണിച്ചു കൊടുത്തത്? ഞാൻ പറഞ്ഞു, പെരുങ്കള, നിനക്ക് വേണ്ടി എത്ര അടി ഞാൻ കൊണ്ട്. അപ്പൊ നീ ഓർത്തോ ഇക്ക ആണെന്ന്? പെരുങ്കള. ഇതെല്ലാം ഓർത്ത് ഞാൻ തന്നെത്താനെ ചിരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ വൃദ്ധമാതാവ് വന്നു. മൂപ്പത്തി ചോദിച്ചു, നീ എന്താ ഇരുന്ന് ചിരിക്കണത്? ഞാൻ പറഞ്ഞു, ഒരു പഴയ സംഗതി ഓർത്ത് ചിരിച്ചു പോയതാ. അബ്ദുൽ ഹാദർ പണ്ട് നെയ്യും പഞ്ചസാരയും കറ്റു തിന്നുന്ന തകിലനായിരുന്നു. ആ, നീ അത് മറന്നില്ലേ? ഇല്ല.